ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ഫസ്റ്റ് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എമിഷൻ ആൻഡ് അബ്സോർഷൻ സ്പെക്ട്ര. അതായത് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് എമിഷൻ സ്പെക്ട്രയും അബ്സോർഷൻ സ്പെക്ട്രയും എന്താണെന്നുള്ളത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എമിഷൻ ആൻഡ് അബ്സോർഷൻ സ്പെക്ട്ര. അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ സ്കാറ്റേർഡ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ബൈ ദ മോളിക്യൂൾ. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഒരു മോളിക്യൂളിൽ നിന്ന് റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാറ്റേർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ അതിൻ്റെ അനാലിസിസിനെയാണ് നമ്മളെന്ത് ഏതിൽ നിന്ന് പഠിക്കുക, സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് അബ്സോർഷൻ സ്പെക്ട്ര എന്താണെന്നുള്ളതും എമിഷൻ സ്പെക്ട്ര എന്താണെന്നുള്ളതും. ഇനി അബ്സോർഷൻ സ്പെക്ട്ര എന്താണ്, എമിഷൻ സ്പെക്ട്ര എന്താണെന്നുള്ളതിന് നോക്കാം. അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് വെൻ ആൻ ആറ്റം ഓർ മോളിക്യൂൾ, ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അതിനുണ്ടാകുന്ന ട്രാൻസിഷൻ. എപ്പോഴും ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എനർജി ഇല്ലാത്ത സമയത്ത് അത് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സ്റ്റേബിളായിട്ട് നിൽക്കാനേ നോക്കത്തുള്ളൂ. എനർജി എപ്പോഴാണോ അത് കൈവരിക്കുന്നത്, അത് ഫോട്ടോളിറ്റിക്കലി ആകാം അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോ അല്ലേ, ഇത് ഏത് രീതിയിൽ നമ്മൾ എനർജി അബ്സോർബ് ചെയ്യുന്നു മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിൽ നിന്ന് അത് ഹയർ എനർജി ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യും, ട്രാൻസിഷൻ ചെയ്യും. അപ്പോഴുണ്ടാകുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ അപ്പർമോസ്റ്റ് അതായത് ഹൈ എനർജി ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അത് എനർജി അതിന് ഹൈ ആകുമ്പോൾ അത് സ്റ്റെബിലിറ്റി അതിന് കുറയും. അപ്പോൾ അതെന്തെയും എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട് എന്തെയും നേരെ കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വീണ്ടും തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സാമിന് പടവും വരയ്ക്കേണ്ടതാണ്. രണ്ട് എനർജി ലെവൽ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റും. നമ്മുടെ മോളിക്യൂളോ ആറ്റം എന്താണോ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്നു, അതിന് എനർജി ഇല്ല, സ്റ്റേബിളാണ്. അത് നേരെ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും, ഒന്നുകിൽ നമ്മൾ എനർജി അബ്സോർബ് ചെയ്യുക, എനർജി എന്ന് പറയുന്നത് ഫോട്ടോൺ ആകാം, റേഡിയേഷൻ, ഏത് എനർജി ആണെങ്കിലും അതിനെ അബ്സോർബ് ചെയ്യുന്നു, അത് നേരെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതിനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് എന്തെന്ന് പറയുന്നത്, അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രമാണ് അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് അബ്സോർഷൻ സ്പെക്ട്ര. ഇനി എനർജി എമിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് എന്തെന്ന് പറയുന്നത്, എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അതായത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് മോളിക്യൂളോ അല്ലെങ്കിൽ ആറ്റത്തിന് അതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരണമെങ്കിൽ അത് എനർജിയെ റിലീസ് ചെയ്യും. എനർജിയെ റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് അതായത് ഫോട്ടോണിൻ്റെ ഫോമിലായിരിക്കും അത് എനർജിയെ റിലീസ് ചെയ്യുന്നത്. എനർജിയെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഏത് സ്പെക്ട്രമായിരിക്കും ഫോം ചെയ്യുന്നത്, എമിഷൻ സ്പെക്ട്രമായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, അബ്സോർഷൻ സ്പെക്ട്ര എന്താണെന്നുള്ളതും എമിഷൻ സ്പെക്ട്ര എന്താണെന്നുള്ളതും. അബ്സോർഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം മോളിക്യൂള് ഇത് എന്തുമായിട്ട് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നു, അപ്പോഴുണ്ടാകുന്ന സ്പെക്ട്രമാണ് അബ്സോർഷൻ സ്പെക്ട്ര. ഇനി എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിന് സ്റ്റെബിലിറ്റി കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യും, അത് നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോരും, എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സ്പെക്ട്രമാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അബ്സോർഷൻ സ്പെക്ട്ര എമിഷൻ സ്പെക്ട്രത്തിൻ്റെ ഡയഗ്രാം കാണിച്ചതേ ഉള്ളൂ. എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ബീർ-ലാംബേർട്സ് ലോ. ബീർ-ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലേ
ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബീക്കറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം എടുക്കുന്നു അല്ലേ, ആ വെള്ളം എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരെ ഒരു ടോർച്ച് ഇതുവഴി അടിച്ചു കൊടുക്കുക. ഒരു ടോർച്ച് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അത്രയും ബ്രൈറ്റ്നെസ്സിൽ നമുക്കിവിടെ എന്ത് കിട്ടുമോ, ടോർച്ചിൻ്റെ തെളിച്ച് നമുക്ക് ആ ബ്രൈറ്റ്നെസ്സിൽ കിട്ടുമോ? ഇല്ല. കുറച്ച് എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും അല്ലേ. എന്തായാലും അതിൻ്റെ ഇൻറ്റൻസിറ്റി അത്രയും തന്നെ ഇപ്പുറത്തോട്ട് വരത്തില്ല, ബ്രൈറ്റ്നെസ് ഇപ്പുറത്തോട്ട് വരത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബീർ ലാംബേർട്സ് ലോ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ഈ ടോർച്ച് അടിക്കുന്നതിന് നമ്മൾ I0 ഇൻസിഡൻറ്റ് റേഡിയേഷനും ടോർച്ച് അടിച്ച് ഇറങ്ങി വരുന്ന ആ റേഡിയേഷനെ ലൈറ്റിനെ നമ്മൾ ട്രാൻസ്മിറ്റഡ് റേഡിയേഷനും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ IT അല്ലെങ്കിൽ I എന്ന് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇനി ഈ ലോയുടെ ഒരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ കൂടാതെ നമുക്ക് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് -di/dx ഈസ് പ്രൊപ്പോർഷണൽ ടു I × C. ഓക്കെ, ഈ ഇക്വേഷനും കൂടി ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് ലോ വെൻ എ മൊണോക്രോമാറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റിനെ അർത്ഥമുള്ളൂ. വെൻ എ മൊണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ ദ ഹോമോജീനിയസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ I0 എന്ന് പറയുന്നതാണ് എന്ത്, മൊണോക്രോമാറ്റിക് റേഡിയേഷൻ. ലൈറ്റ് പാസ്ഡ് ത്രൂ ദ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാട്ടറിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അതായത് നോക്കിയേ, വെൻ എ മൊണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ ദ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അതെന്ന് പറയുന്നത് -di ആണ്. അതായത് ദ ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ -di വിത്ത് dx എന്ന് പറയുന്ന തിക്നെസ്സാണ്. വിത്ത് തിക്നെസ് ഓഫ് ദ അബ്സോർബിംഗ് മീഡിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ I എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷനാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ദ C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ വെച്ച് -di/dx വെച്ചിട്ട് പറയുവാണെങ്കിൽ -di/ ഒന്നുകൂടെ എഴുതുവാണ്, dx ഈസ് പ്രൊപ്പോർഷണൽ ടു I × C. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇത് ഇത്രയും കാണാൻ പഠിക്കാം. വെൻ എ മൊണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ ദ ഹോമോജീനിയസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ദ റേറ്റ് ഓഫ് ഡിക്രീസ്, ആ മൈനസ് എന്നുള്ളത് ഡിക്രീസ് ആക്കി എടുക്കുക. ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി, I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ X എന്ന് പറയുന്ന തിക്നെസ് ആണ്. വിത്ത് തിക്നെസ് ഓഫ് ദ അബ്സോർബിംഗ് മീഡിയം അത് dx ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. വെൻ എ മൊണോക്രോമാറ്റിക് റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ ദ ഹോമോജീനിയസ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ. അതായത് ഈ ലൈറ്റ് കടന്നു പോയി കഴിയുമ്പോൾ അത്രയും ഇതിൽ നമുക്ക് കിട്ടത്തില്ല, ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ബ്രൈറ്റ്നെസ്സിൽ കിട്ടത്തില്ല, അത്രയും പറയുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് അബ്സോർബൻസ്, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ആ ഡെറിവേഷൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്നില്ല, നമുക്ക് സിലബസിൽ നിന്ന് 2019 സിലബസിൽ നിന്ന് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് പ്രോബ്ലത്തിൽ ചോദിക്കുന്നതാണ്. എ എന്ന് പറയുന്നത് അബ്സോർബൻസ്, എപ്സിലോൺ എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റി കോഎഫിഷ്യൻറ്റ്, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, X എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ദ അബ്സോർബിംഗ് മീഡിയം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ അതൊന്നുകൂടെ പറഞ്ഞു തരാം, ഓരോന്നായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക. A ഈസ് ഈക്വൽ ടു എപ്സിലോൺ C × X. A എന്ന് പറയുന്നത് അബ്സോർബൻസ്, എപ്സിലോൺ എന്ന് പറയുന്ന അബ്സോർപ്റ്റിവിറ്റി കോയിഫിഷ്യൻറ്റ്, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, X എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ അബ്സോർബിംഗ് മീഡിയം. ഓക്കെ, I0 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, IT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ, ഈ ഇക്വേഷന് നമുക്ക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. റിലേഷൻ ബിറ്റ്വീൻ അബ്സോർബൻസ് ആൻഡ് ട്രാൻസ്മിറ്റൻസ് ക്യാൻ ബി ഷോൺ അസ്. അതായത് അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ, അതായത് അബ്സോർബൻസ് എന്ന് പറയുന്നത് A ആണ്,
ട്രാൻസ്മിറ്റൻസും ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഏതാ? A = -log T. ഇതെപ്പോഴും നമുക്ക് എക്സാമിന് -log T അബ്സോർബൻസ് കാണാനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യിക്കാം. ഈ ഇക്വേഷനും ഈ ഇതും, അതായത് ബീർ ലാംബേർട്സ് ലോയും പഠിച്ചു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി അതായത് ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞതാണ് ഓൾറെഡി. അതായത് ഇത് ബീക്കറായിട്ട് നമ്മൾ എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ നിറച്ച് വെച്ചിരിക്കുന്നു. ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന I0, ട്രാൻസ്മിറ്റഡ് നമ്മളിവിടെ ഒരു T കൊടുത്തേ ഉള്ളൂ, അല്ലെങ്കിൽ I, ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് I ആയിട്ട് എടുക്കുക. അതായത് ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോഴേ അറിയാം, നല്ല ഇതിൻ്റെ അകത്ത് നീല കളർ എന്ന് പറയുന്നത് ഭയങ്കര അല്ലേ കൂടുതലാണ്. അത് കുറച്ച് അബ്സോർബ് ചെയ്തതിൻ്റെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്, വാട്ടറിൻ്റെ അകത്ത് അല്ലേ. ഇത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ആ ലോ അത്രയേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ആപ്ലിക്കേഷൻസ് ഓഫ് ബീർ ലാംബേർട്സ് ലോ. ആപ്ലിക്കേഷൻസ് ഓഫ് ബീർ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അൺനോൺ കോൺസെൻട്രേഷൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒന്നുകിൽ അബ്സോർബൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അൺനോൺ സൊല്യൂഷനും തന്നിട്ടുണ്ട് എങ്കിൽ ആ അൺനോൺ സൊല്യൂഷൻ്റെ അബ്സോർബൻസും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കുക. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം നമ്മൾ ആ ഇക്വേഷനകത്ത് പഠിച്ചതാണ് A = C × X എന്ന് പഠിച്ചതാണ് അല്ലേ. അപ്പം ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ ആണ് എങ്കിൽ A എന്ന് പറയുന്നത് അത് AS ആവും, സ്റ്റാൻഡേർഡിൻ്റെ AS. ഓക്കെ, AS = CS × X. തിക്നെസ് അപ്പോൾ ഒരുപോലെയല്ലേ വരത്തുള്ളൂ, C × X. ഇനി അൺനോൺ കോൺസെൻട്രേഷൻ്റെ ആണ് എങ്കിൽ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ തന്നെ AS / CS ഇതിനകത്ത് നമുക്ക് εx കണ്ട് പിടിച്ചേക്കാം. അതുപോലെ തന്നെ ഒരു അൺനോൺ കോൺസെൻട്രേഷൻ്റെ ആണ് എങ്കിൽ അതുപോലെ തന്നെ AU എന്ന് കൊടുക്കുക, അൺനോണിൻ്റെ U. AU = CU × X. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? εx കണ്ടുപിടിക്കുക. അതായത് AU / CU = εx. ഇനി നമ്മുടെ ഈ ഇക്വേഷനും അതായത് ഈ ഇക്വേഷനും എന്ന് പറയുന്നത് എന്താണ്? εx AS / CS, അതുപോലെ εx AU / CU അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ εx എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? AS / CS = AU / CU. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് CU ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ CU അല്ലേ, CU എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. CU × AS = AU CS അല്ലേ. ഇതിൻ്റെ അകത്തുനിന്ന് CU ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ CU = AU CS / AS. അതുപോലെ തന്നെ AU ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ CU AS / CS കണ്ടുപിടിച്ചാൽ പോരെ. CU ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താണ്? AU CS / AS. അതുപോലെ തന്നെ AU ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ CU AS / CS കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ഓഫ് ബീർ ലാംബേർട്സ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അബ്സോർബൻസ് വെച്ച്, അതായത് വേവ് ലെങ്ത് ഓഫ് മാക്സിമം അബ്സോർബൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഗിവൺ സാമ്പിൾ. ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അൺനോൺ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ കോൺസെൻട്രേഷനും തന്നിരിക്കുന്ന ഒരു സാമ്പിളിൻ്റെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്ന് വെച്ച് ബീർ ലാംബേർട്സ് ലോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ലാബിൽ ഇത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, അതായത് അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ലാബിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബീർ ലാംബേർട്സ് ലോയുടെ ആപ്ലിക്കേഷനായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ യൂസിങ് കളറോമീറ്റർ വെച്ച്. കളറോമീറ്റർ എന്ന് പറയുന്നത് ബീർ ലാംബേർട്സ് ലോയുടെ ആപ്ലിക്കേഷനാണ്. നമുക്കത് എക്സാമിന് ചോദിക്കാം, ബീർ ലാംബേർട്സ് ലോ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ബീർ ലാംബേർട്സ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും പിന്നെ അതുപോലെ തന്നെ അബ്സോർഷൻ സ്പെക്ട്രയും എമിഷൻ സ്പെക്ട്രയും ഇത്രയും മനസ്സിലായെന്ന് ഓക്കെ വിശ്വസിക്കുകയും. താങ്ക് യു.